നമ്മുടെ കിച്ചേരിയുടെ കാസ്റ്റ് അയൺ പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുള്ളവരൊക്കെ ഇടയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടി എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് പറയാമെന്ന് കരുതുന്നതാണ്. അപ്പോൾ സാധ്യമാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള ഒരു സംശയം എന്താ വെച്ചാൽ, കാസ്റ്റ് അയൺ പാത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ആദ്യം തന്നെ പാചകം ചെയ്യുമ്പോൾ അത് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ദോശ പോലെയുള്ള ഭക്ഷണത്തിലാണ് അത് കൂടുതലായിട്ട് കണ്ടിരിക്കുന്നതെന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലൊക്കെ ഉള്ളതുപോലെ നമ്മൾ ഒരു തരത്തിലുള്ള കോട്ടിംഗ് ഒന്നും നമ്മുടെ പാത്രത്തിൽ ഉപയോഗിക്കുന്നില്ല. തീർത്തും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലോഹമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര സീസൺ ചെയ്താലും തുടക്കത്തിൽ വളരെ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ തവണയൊക്കെ ദോശയൊക്കെ ഒട്ടിപ്പിടിച്ചു എന്നുള്ളത് സംഭവിക്കാം. അങ്ങനെ വരുമ്പോൾ യാതൊരു തരത്തിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഒരു 2-3 തവണ നമ്മൾ പാചകം ചെയ്ത് കഴിയുമ്പോഴേക്കും അത് പാത്രം മിനുസുള്ളതായിട്ട് മാറും. മാത്രമല്ല അതിൻ്റെ അകത്ത് ഒരു എണ്ണമിനുപ്പ് സ്ഥിരമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ആ സംഭവം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ മറ്റൊരു സംശയം ഇടയ്ക്ക് കേട്ടിട്ടുള്ളത്, ഉപയോഗശേഷം എടുത്തു വെച്ചിട്ടുള്ള കാസ്റ്റ് അയൺ പാത്രത്തിൽ തുരുമ്പ് കണ്ടു എന്നുള്ളതാണ്. പിന്നെ വേറൊരു സംശയം പറയാറുണ്ട്, നമ്മൾ എടുത്തു വെച്ച പാത്രത്തിന്റെ കളർ മാറിക്കണ്ടു, ഒരു ചെളിക്കളർ പോലെ കണ്ടു എന്നൊക്കെ പറയും. ഇത് രണ്ടും ഒരേ സംഗതി തന്നെയാണ് കേട്ടോ. അതായത് തുരുമ്പിന്റെ അംശം വരുമ്പോഴാണ് ഈ ചെളിക്കളർ ഉള്ള പോലെ നമുക്ക് തോന്നുന്നത്. അത് എങ്ങനെയാണ് സംഭവിക്കണതെന്ന് നോക്കാം. അതായത് ഈ ഇരുമ്പ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലോഹമാണ്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അത് തുരുമ്പ് പിടിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ കാസ്റ്റ് അയൺ പാത്രങ്ങൾ സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഉപയോഗശേഷം കഴുകിയതിനു ശേഷം അത് തുടച്ചിട്ട് അതിന് മുഴുവൻ ഭാഗത്തും ഇത്തിരി എണ്ണ പുരട്ടി വെക്കുക. അങ്ങനെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ യാതൊരു തരത്തിലുള്ള തുരുമ്പും അതിൻ്റെ അകത്ത് കയറൂല. ഇനി വളരെ യാദൃശ്ചികമായിട്ട് തുരുമ്പ് പിടിച്ചു എന്നിരിക്കട്ടെ, എന്നാലും നമ്മളും ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പാത്രം കിട്ടുമ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് സീസൺ ചെയ്യാറില്ലേ, സവാളയൊക്കെ വെച്ചിട്ട്, അതുപോലെ തന്നെ ഒരു തവണ കൂടി നമ്മളൊന്ന് സീസൺ ചെയ്യുക. എന്നിട്ട് പാത്രം ഉപയോഗിച്ചോളൂ. ശേഷം വീണ്ടും ഇതുപോലെ കഴുകി എണ്ണ പുരട്ടിയിട്ട് വെക്കുക. എപ്പോഴും നമ്മളൊന്ന് ഓർത്ത് വെക്കേണ്ടത്, ഏത് സമയത്തും നമ്മൾ പാത്രം എടുത്ത് വെക്കുമ്പോൾ ഇത്തിരി എണ്ണ അതിൽ പുരട്ടി വെക്കണം എന്നുള്ളത് മാത്രം ഓർത്താൽ മതി. ഇങ്ങനെ ലളിതമായിട്ടുള്ള ചില സംശയങ്ങൾ തീർത്തു കഴിഞ്ഞാൽ കിച്ചേരിയുടെ കാസ്റ്റ് അയൺ പാത്രം നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പാത്രമുണ്ട്. കാരണം വളരെ ഗ്രേഡ് കൂടിയിട്ടുള്ള അയൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്കറിയാം, അയൺ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൊരു ലോഹം തന്നെയാണ്. അതിലുള്ള പാചകം നമുക്ക് ഉപകാരപ്പെടുകയേ ഉള്ളൂ. പിന്നെ അത് 100% നോൺ ടോക്സിക്കും നാച്ചുറലുമാണ്. ഇതൊക്കെ കൂടാതെ തന്നെ ഒരു തവണ നമ്മൾ കാസ്റ്റ് അയണിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് സീസൺ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും തലമുറകളോളം നമുക്ക് ആ പാത്രം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പാത്രമാണ് കിച്ചേരിയുടെ കാസ്റ്റ് അയൺ പാത്രം. അത് തന്നെയാണ് അതിൻ്റെ പ്രസക്തി.